ഐഗൺ വാല്യൂസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമുണ്ട്. എന്താണ്? സിസ്റ്റം മെട്രിക്സിന് ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ഉള്ള കേസും സിസ്റ്റം മെട്രിക്സിന് എന്താണ് റിപ്പീറ്റീവ് ആയിട്ടുള്ള എന്താണ് ഐഗൺ വാല്യൂസ് ഉള്ള കേസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ഉള്ളപ്പോൾ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് നമ്മൾ നടത്തിയത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണ് കാനോനിക്കൽ ഫോമും എന്താണ് ജോർദാൻ കാനോനിക്കൽ ഫോമും യൂസ് ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് നോർമൽ കാനോനിക്കൽ ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് ആണ് ഉള്ളത് എങ്കിൽ നമ്മൾ എന്താണ് ചെയ്തത്? ജോർദാൻ കാനോനിക്കൽ ഫോമിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെയും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ വാട്ട് യു ആർ ആക്ച്വലി ഡൂയിങ് ഈസ് ഹിയർ ഓൾസോ വി ആർ ജസ്റ്റ് ട്രാൻസ്ഫോമിങ് ദ സ്റ്റേറ്റ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പം ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെദർ ദിസ് പർട്ടിക്കുലർ സിസ്റ്റം ഈസ് കൺട്രോളബിൾ ഓർ നോട്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ രണ്ട് കേസസ് ആണ് ഒരു ഗിൽബർട്ട് മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് കൺട്രോളബിലിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് സിസ്റ്റം മെട്രിക്സിന് ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ഉള്ള കേസ് ഒന്നാമത് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ഉള്ള കേസിൽ എന്തായിരിക്കും സംഭവിക്കാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ഉള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സിസ്റ്റം മെട്രിക്സ് ഡയഗണലൈസ് ചെയ്യണം. ആക്ച്വലി ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ് ട്രാൻസ്ഫോർമേഷൻ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇഫ് യു ജസ്റ്റ് ട്രാൻസ്ഫോം ദ മെട്രിക്സ് ടു കാനോനിക്കൽ ഫോം അല്ലെങ്കിൽ നമ്മളുടെ ഫേസ് വേരിയബിൾ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. യു ക്യാൻ ഏബിൾ ടു അനലൈസ്. ഓക്കെ, അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടൈം ഡൊമൈനിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ നമുക്ക് എന്ത് പറ്റും? ജസ്റ്റ് ട്രാൻസ്ഫോം ചെയ്തെങ്കിൽ, അതായത് നമുക്ക് ഒരു നമ്മൾ ഡയഗണലൈസ് ചെയ്യുകയാണ് ആക്ച്വലി ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഡയഗണലൈസ് ചെയ്യുകയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഡയഗണലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെയും എന്ത് ചെയ്യുന്നത്? വി ആർ ജസ്റ്റ് ചെക്കിങ് വെദർ ദ സിസ്റ്റം ഈസ് കൺട്രോളബിൾ ഓർ നോട്ട് എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ഡയഗണലൈസ് ചെയ്യണം. അപ്പോൾ ഡയഗണലൈസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ട്രാൻസ്ഫോം ചെയ്യണം. ഇതിലേക്ക് ഒരു കാനോനിക്കൽ ഫോമിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യണം. അപ്പം അതിനുവേണ്ടി നമുക്ക് ആദ്യമായിട്ട് അറിയാവുന്ന പോലെ തന്നെ നമുക്ക് നോർമൽ സ്റ്റേറ്റ് മോഡലിലെ സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും ആണ് ax + b-യും y = cx + d-യും. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? നമുക്ക് കാനോനിക്കൽ. അപ്പം ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ആണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അതിൽ ഏതിനേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? നമ്മൾ അതിനെ നോർമൽ കാനോനിക്കൽ ഫോമിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, കാനോനിക്കൽ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ കാനോനിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു മോഡൽ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് അറിയാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ്? ഗാമിയൻ മെട്രിക്സ് ഇൻറ്റു സെറ്റ് പ്ലസ് ബി ബാർ യു y = c bar z + du എന്നൊക്കെ ഫോമിലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഗാമിയൻ മെട്രിക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് m ഇൻവേഴ്സ് am ആണ്, b ബാറിന്റെ വാല്യൂ m ഇൻവേഴ്സ് b ആണ്, c bar = cm ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പക്ഷെ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി വാട്ട് യു ആർ ആക്ച്വലി ചെക്കിംഗ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് കൺട്രോളബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് വാട്ട് ഈസ് ആക്ച്വലി ദ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ കംപ്ലീറ്റ്ലി കൺട്രോളബിൾ ഈസ് ദാറ്റ് ദ മെട്രിക്സ് b bar must have no rows with all zeros. അപ്പോൾ b bar എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഓക്കെ, b bar എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ b bar എന്ന് പറയുന്ന മെട്രിക്സിന്റെ വാല്യൂ നമുക്കറിയാം m ഇൻവേഴ്സ് b എന്നാണ്. അപ്പം ഈ m ഇൻവേഴ്സ് b എന്ന് പറയുന്ന b ബാറിന്റെ വാല്യൂ എന്താകണം? അതിനകത്ത് ഒരു റോയും എല്ലാം 0 ആകത്തില്ല. അപ്പൊ അതിനൊരു ഡിഫറെന്റ് റോസ് ഉണ്ടാകാം, റോസും കോളംസും ഉണ്ട്. അപ്പം ആ റോസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫുള്ള് 0 ആയിട്ടുള്ള ഒരു റോ പോലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയെങ്കിൽ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ? നമുക്ക് ആ സിസ്റ്റം കൺട്രോളബിൾ ആണ് എന്ന് പറയാൻ പറ്റും. അപ്പം ഏതെങ്കിലും ഒരു റോ 0 ആണെങ്കിൽ എന്താണ്?
നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിൾ ഈസ് അൺകൺട്രോളബിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഏത് സ്റ്റേറ്റ് വേരിയബിൾ ആണ് അൺകൺട്രോളബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഹൗ, എന്താണ് നമ്മൾ ചെക്ക് ചെയ്ത എന്താണ്, വെദർ എനി റോ ഓഫ് എം ബാർ ബി, ദാറ്റ് ഈസ് എം ഇൻവേഴ്സ് ബി, എന്താണ് എം ഇൻവേഴ്സ് ബിയുടെ ഏതെങ്കിലും ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് 0 ആണെങ്കിൽ ആ സിസ്റ്റം അൺകൺട്രോളബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിൾ, അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിൾ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ആ വേരിയബിൾസ് ആയിരിക്കും എന്തായിട്ടുള്ളത്, കൺട്രോളബിൾ അല്ലാതായിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ആക്ച്വലി ഒരു കൺട്രോളബിലിറ്റിയുടെ കേസ് നമുക്ക് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ഒരു കൺട്രോളബിലിറ്റി ചെക്ക് ചെയ്യാൻ നിങ്ങൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ, അതിന്റെ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കും. ഐഗൺ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് ഐഗൺ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഐഗൺ വാല്യൂസിനെ കണ്ടുപിടിച്ചിട്ട് അത് ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ആണോ അതുപോലെ തന്നെ എന്താണ് റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് ആണോ വരുന്നത് ചെക്ക് ചെയ്യുന്നു. ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ആണെങ്കിൽ നമ്മൾ അതിന്റെ എന്ത് കണ്ടുപിടിക്കുന്നു, നമ്മൾ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുന്നു. അപ്പം അതിനകത്ത് നമുക്ക് ഏത് മാത്രം നോക്കിയാൽ മതി, എം ഇൻവേഴ്സ് ബി മാത്രം നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ബി ബാർ എന്ന് പറയുന്ന ടേം മാത്രം നോക്കിയാൽ മതി. അതിനകത്ത് ആ ബി ബാർ എന്ന് പറയുന്ന ടേമിൽ എന്ത് കണ്ടുപിടിക്കണം, എന്ത് ചെക്ക് ചെയ്യണം, ഇതിന്റെ റോ എല്ലാം നോക്കുക. റോയിൽ ഏതെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് 0 ഉണ്ടെങ്കിൽ സിസ്റ്റം കൺട്രോളബിൾ അല്ല, എന്താണ് കംപ്ലീറ്റ് ആയിട്ട് 0 അല്ലെങ്കിൽ സിസ്റ്റം എന്താണ് കൺട്രോളബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഏത് വേരിയബിൾ ആണ് അൺകൺട്രോളബിൾ ആയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് വാരിയബിൾ നോക്കിയിട്ട് ആ സ്റ്റേറ്റ് വാരിയബിൾ എന്താണ് 0 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അതായത് ഈ റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിൾ ആയിരിക്കും അൺകൺട്രോളബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയാൻ പറ്റും. അങ്ങനെ നമുക്ക് ഏത് സ്റ്റേറ്റ് വേരിയബിൾ ആണ് കൺട്രോളബിൾ അല്ല എന്ന് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത് ഒരു കേസ്. പിന്നെ സെക്കൻഡ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, സിസ്റ്റം മെട്രിക്സ് ഹാവ് റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കേസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കേസസ് ആണ് കൺട്രോളബിലിറ്റി ചെക്ക് ചെയ്യാനും നമുക്കുള്ളത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് ഉള്ള കേസിൽ എന്തായിരിക്കും സംഭവിക്കുക, റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് ഉള്ളതിലും നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, നമ്മൾ ജോർദാൻ കനോനിക്കൽ ഫോമിലേക്കാണ് നമ്മൾ റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് സിസ്റ്റം മെട്രിക്സ് ഡയഗണലിസ്റ്റ് ബട്ട് ട്രാൻസ്ഫോംഡ് ഇൻടു ജോർദാൻ കനോനിക്കൽ ഫോം എന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പം നമുക്ക് അതിന്റെ ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജോർദാൻ മെട്രിക്സ് ഉണ്ടാകും, ജോർദാൻ മെട്രിക്സ് ഏതിലുണ്ടാവും, ജോർദാൻ മെട്രിക്സിൽ ജോർദാൻ എന്താ ഉണ്ടാവുമെന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആവും. ജോർദാൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജോർദാൻ കനോനിക്കൽ ഫോമിൽ നമ്മൾ മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്, ജോർദാൻ മെട്രിക്സ് ആയിരിക്കും. അപ്പം ജോർദാൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് അതിനകത്തുണ്ടെന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പം ഇതിലും നമ്മൾ ആക്ച്വലി എന്താണ് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സെഡ് ഡോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന്റെ കേസിൽ എന്താണ്, ജെ സെഡ് പ്ലസ് ബി യു എന്ന് പറയുന്ന ഫോമാണ്. അതുപോലെ തന്നെ y ഈക്വൽ ടു സി ബാർ സെഡ് പ്ലസ് ബി യു എന്ന് പറയുന്ന ഫോമാണ്. ജെ എന്ന് പറയുന്നത് എം ഇൻവേഴ്സ് എ എം ആണ്. അതുപോലെ തന്നെ എം ഇൻവേഴ്സ് ബി ആണ്. സി ബാർ എന്ന് പറയുന്നത് സി എം ആണ്. അപ്പൊ ഇപ്പം ഇവിടെ നമ്മൾ ജോർദാൻ കനോനിക്കൽ ഫോമിലേക്കാണ് ഒരു റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് ആണെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ ഏതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺട്രോളബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബി ബാർ എന്ന് പറയുന്ന ടേം തന്നെയാണ്. ഓക്കെ, ഈ ബി ബാർ എന്ന് പറയുന്ന ടേമിൽ നമുക്ക് ബി ബാർ എനി റോ ഓഫ് ബി ബാർ എന്ന് പറയുന്നു ദാറ്റ് കറസ്പോണ്ട്സ് ടു ദ ലാസ്റ്റ് റോ ഓഫ് ഈച്ച് ജോർദാൻ ബ്ലോക്ക് ആർ നോട്ട് ഓൾ 0. ഓക്കെ, ഇതിന്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൺട്രോളബിൾ ആണോ എന്ന് നോക്കാൻ നമ്മൾ ഇത്രയും ചെക്ക് ചെയ്താൽ മതി. ഏതെങ്കിലും റോസ് കംപ്ലീറ്റ് ആയിട്ട് 0 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജോർദാൻ ബ്ലോക്ക് ഉണ്ട്. ഏത് ജോർദാൻ മെട്രിക്സിൽ ജോർദാൻ ബ്ലോക്ക് ഉണ്ട്. അത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പം ജോർദാൻ ബ്ലോക്ക് ഉണ്ട്. ആ ജോർദാൻ ബ്ലോക്കിൽ corresponds to last row of Jordan block are not all 0 and the rows corresponds to other state variable must not have all 0. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിനകത്തും പറയുന്നത്. അതായത് ഇതിനകത്ത് ഏതെങ്കിലും റോ
കംപ്ലീറ്റ് ആയിട്ട് സീറോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് കുറച്ച് ജോർദാൻ ബ്ലോക്ക് ജോർദാൻ മെട്രിക്സിൽ ഉള്ളത് കൊണ്ട് തന്നെ അപ്പം ബി ബാർ എന്ന് പറയുന്ന നമുക്കറിയാം ബി ബാർ ദാറ്റ് കറസ്പോണ്ട്സ് ടു ലാസ്റ്റ് റോ ഓഫ് ഈച്ച് ജോർദാൻ ബ്ലോക്ക് ആർ നോട്ട് all zero. Last row of each Jordan block not all zero. Okay, and the row corresponds to other state variables must not have all zero. അതായത് ഈ ബാർ എന്ന് പറയുന്ന ബ്ലോക്കിൽ നിങ്ങൾ എന്ത് ചെക്ക് ചെയ്താൽ മതി, എല്ലാം സീറോ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എന്തായി. ഇപ്പം ബി ബാർ എന്ന് പറയുന്ന ടേം ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതുപോലെ തന്നെ ജോർദാൻ ബ്ലോക്ക് നമ്മൾ നോക്കുക. ജോർദാൻ ബ്ലോക്കിലെ ലാസ്റ്റ് റോ എന്ന് പറയുന്നത് എല്ലാം എന്തായിരിക്കത്തില്ല, സീറോ ആകാൻ പാടില്ല. അപ്പം നിങ്ങൾക്കറിയാം ജോർദാൻ ബ്ലോക്കിന്റെ കേസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ജോർദാൻ ബ്ലോക്ക്. ഓക്കെ, അപ്പം ഇത് ഈ ജോർദാൻ ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ജോർദാൻ ബ്ലോക്കിന്റെ ലാസ്റ്റ് റോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് സീറോ ആവാൻ പാടില്ല. ഈ ലാംഡ 3 എന്ന് പറയുന്ന ഒരു 3 എന്ന് പറയുന്ന ടൈം ഇവിടെ വന്നില്ലേ, അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് സീറോ ആകാനും പാടില്ല. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ബി ബാർ എന്ന് പറയുന്ന ടൈമിൽ ബി ബാർ എന്ന് പറയുന്നത് എം ഇൻവേഴ്സ് ബി എന്നാണ്. അപ്പൊ അതിന്റെയും റോസ് കംപ്ലീറ്റ് ആയിട്ട് സീറോ ആവാൻ പാടില്ല. അപ്പം ഇതിന്റെ അകത്ത് ലാസ്റ്റ് റോയും സീറോ ആവാൻ പാടില്ല, ജോർദാൻ ബ്ലോക്കിൽ ലാസ്റ്റ് റോയും സീറോ ആവാൻ പാടില്ല. അതുപോലെ തന്നെ എം ഇൻവേഴ്സ് എന്ന് പറയുന്ന ആ മെട്രിക്സിലെ ലാസ്റ്റ് റോസ് കംപ്ലീറ്റ് ആയിട്ട് സീറോ ആകാൻ, ഏതെങ്കിലും ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് സീറോ ആകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും, സിസ്റ്റം കൺട്രോളബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ചെയ്യുന്നത് നമ്മൾ ഗിൽബർട്ട് ടെസ്റ്റിൽ നമ്മൾ കൺട്രോളബിലിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഇത്. അപ്പം നമുക്ക് രണ്ട് കേസസ് ഉണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ എന്താണ് ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ഉള്ള കേസും എന്താണ് റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് ഉള്ള കേസും. ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇവിടെ ട്രാൻസ്ഫോം ചെയ്യുന്നു. അപ്പോൾ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം ചെയ്യുന്നത് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുകയാണ്. ഐഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നോർമൽ കാനോനിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആ കാനോനിക്കൽ ഫോമിൽ നമ്മൾ ബി ബാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബി ബാറിൽ എം ഇൻവേഴ്സ് ബി എന്ന് പറയുന്ന ബി ബാർ എന്ന് പറയുന്ന ടേം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഏതെങ്കിലും റോ കംപ്ലീറ്റ് ആയിട്ട് സീറോ ആയിട്ടുണ്ടെങ്കിൽ സിസ്റ്റം അൺകൺട്രോളബിൾ ആണ്. ഏതെങ്കിലും ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് സീറോ ആയിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിൾസ് ആയിരിക്കും അൺകൺട്രോളബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് വരുന്ന കേസ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏതിലാണ് റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് വരുന്നത് എന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ, അപ്പോൾ ഇവിടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ എന്തായിട്ട് ജോർദാൻ കാനോനിക്കൽ ഫോമിലേക്ക് ആയിരിക്കും നമ്മൾ കൺവേർട്ട് ചെയ്യുക. ആ ജോർദാൻ കാനോനിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെയും നമ്മൾ ചെക്ക് ചെയ്യുന്നു ജോർദാൻ മെട്രിക്സിന്റെ ലാസ്റ്റ് റോ ഓഫ് ജോർദാൻ ബ്ലോക്ക് എന്താവാൻ പാടില്ല, കംപ്ലീറ്റ് ആയിട്ട് സീറോ ആവാൻ പാടില്ല. അതുപോലെ തന്നെ ബി ബാർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് സീറോ ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം അൺകൺട്രോളബിൾ ആയിരിക്കും, എങ്ങനെയെങ്കിലും സീറോ ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു കൺട്രോളബിലിറ്റിയെ കുറിച്ച് കൽമാൻസ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഗിൽബർട്ട് ടെസ്റ്റ് ഫോർ ഒബ്സർവബിലിറ്റിക്കും ചെയ്യുന്നത്. ഓക്കെ, ഒബ്സർവബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു, ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ് വേരിയബിൾ മെഷറബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഒബ്സർവബിലിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഒബ്സർവബിലിറ്റിക്ക് നമ്മൾ ആക്ച്വലി എന്ത് പ്രൊസീജിയറാണ് ചെയ്യുന്നത്, നമ്മൾ ഗിൽബർട്ട് ടെസ്റ്റ് ഒബ്സർവബിലിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത് കൽമാൻസ് ടെസ്റ്റ് ചെയ്തു, ഇനിയിപ്പോൾ നമ്മൾ ഗിൽബർട്ട് ടെസ്റ്റ് ഒബ്സർവബിലിറ്റി ചെയ്യുവാണ്. അപ്പോൾ ഇതിനും വേണ്ടി നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, കൺസിഡർ ദ സ്റ്റേറ്റ് മോഡൽ ഓഫ് nth ഓർഡർ സിസ്റ്റം. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷൻ നമ്മൾ എഴുതിയിരിക്കുകയാണ്, AX + BU ആൻഡ് ഔട്ട്പുട്ട് ഇക്വേഷൻ, സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷൻ നമ്മൾ എഴുതി. ഇവിടെ നമ്മൾ സ്റ്റേറ്റ് മോഡലിനെ നമ്മൾ ഒന്നെങ്കിൽ കാനോനിക്കൽ ഫോമിലേക്കോ അല്ലെങ്കിൽ ജോർദാൻ കാനോനിക്കൽ ഫോമിലേക്കോ ട്രാൻസ്ഫോം ചെയ്യുന്നു ബൈ യൂസിങ് ദ ട്രാൻസ്ഫോർമേഷൻ X = MZ. M എന്ന് പറയുന്ന മോഡൽ മെട്രിക്സ്, Z എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോംഡ് സ്റ്റേറ്റ് വേരിയബിൾ. അപ്പോൾ ഇത് ട്രാൻസ്ഫോംഡ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയാം. ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ആണെങ്കിലും എന്താണ്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് ആണെങ്കിൽ. അപ്പം ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ആണെങ്കിൽ നമ്മൾ എന്താണ് ഗ്രാമീൺ മെട്രിക്സ് ഇൻറ്റു Z + B ബാർ U ആണ്. അതുപോലെ തന്നെ Y = C ബാർ Z + BU ആണ്. ഓക്കെ, ഇനിയിപ്പോൾ റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് Z = J എന്ന് പറഞ്ഞാൽ ജോർദാൻ മെട്രിക്സ് ആണ്, C ബാർ Z. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. അപ്പോൾ ഇവിടെ M എന്താണ് ജോർദാൻ മെട്രിക്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന M ഇൻവേഴ്സ് AM, അതുപോലെ തന്നെ M ഇൻവേഴ്സ് AM ഫോർ ഗ്രാമീൺ മെട്രിക്സ് ഫോർ ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ്. ഓക്കെ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഐഗൺ വാല്യൂസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് ഉള്ള കേസിൽ
ബി ബാർ എന്ന് പറയുന്നത് എം ഇൻവേഴ്സ് ബി ആണ്. അതുപോലെ തന്നെ സി ബാർ എന്ന് പറയുന്നത് സി എം ആണ്. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇവിടെ നമ്മൾ ഹൗ ക്യാൻ വി ചെക്ക് വെദർ ദ സിസ്റ്റം ഈസ് ഒബ്സർവബിൾ ഓർ നോട്ട്. ഓക്കെ, ഒബ്സർവബിലിറ്റി ടെസ്റ്റ് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ കൺട്രോളബിലിറ്റി ടെസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ ബി ബാർ കൺസിഡർ ചെയ്തിട്ട് ആ ബി ബാറിന്റെ എന്താണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റോ കംപ്ലീറ്റ് ആയിട്ട് 0 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ ഫോർ കംപ്ലീറ്റ് ഒബ്സർവബിലിറ്റി ഇസ് ദാറ്റ് നൺ ഓഫ് ദ കോളം ഓഫ് സി ബാർ. അപ്പോൾ ഇവിടെ നമ്മൾ കോളമാണ് ചെക്ക് ചെയ്യുന്നത്. സി ബാർ എന്ന് പറയുന്നത് സി ബാർ ഔട്ട്പുട്ട് ആണ്. അപ്പോൾ ഔട്ട്പുട്ടിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പാരാമീറ്റർ എന്ന് പറയുന്നത് സി ബാർ ആണ്. ഓക്കെ, ആ സി ബാറിന്റെ സി ബാർ ഇസ് ഈക്വൽ ടു സി എം എന്നാണ്. അപ്പം ഈ സി ബാറിന്റെ കോളംസ് നൺ ഓഫ് ദ കോളം ഓഫ് ദ മെട്രിക്സ് സി ബാർ ബി 0. അപ്പം സി ബാറിന്റെ കോളംസ് ഒന്നും 0 ആവാൻ പാടില്ല. അപ്പം ഏതെങ്കിലും ഒരു കോളം 0 ആയിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിൾ നോട്ട് ഒബ്സർവബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഒബ്സർവബിളും കൺട്രോളബിളും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കുക. ഒബ്സർവബിളിന്റെ കേസിൽ നമ്മൾ ആക്ച്വലി അല്ല കൺട്രോളബിലിറ്റിയുടെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ബി ബാർ എന്ന് പറയുന്നത് എം ഇൻവേഴ്സ് ബി എന്ന് പറയുന്ന ടൈമിൽ റോസ് കംപ്ലീറ്റ് ആയിട്ട് 0 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഒബ്സർവബിലിറ്റിയുടെ കേസിൽ നമ്മൾ സി ബാർ എന്ന് പറയുന്ന മെട്രിക്സ് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ കോളംസ് കംപ്ലീറ്റ് ആയിട്ട് 0 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കോളംസ് കംപ്ലീറ്റ് ആയിട്ട് 0 ആണെങ്കിൽ നമുക്ക് കൺട്രോളബിൾ അല്ല എന്ന് നമുക്ക് പറയാം. ഒബ്സർവബിൾ അല്ല എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് 0 ആണെങ്കിൽ കോളം കംപ്ലീറ്റ് ആയിട്ട് 0 ആണെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾസ് ഒബ്സർവബിൾ അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? എല്ലാവരും ക്ലിയർ ആയോ? ദീപ്തി? ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കുക, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കഴിയും. ചെക്ക് കൺട്രോളബിലിറ്റി ആൻഡ് ഒബ്സർവബിലിറ്റി എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഡിഫറെന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. സ്റ്റേറ്റ് മോഡൽ ഓഫ് ദ സിസ്റ്റം ഈസ് ഗിവൺ ബൈ എക്സ് ഡോട്ട് എക്സ് ടു ഡോട്ട് എക്സ് ത്രീ ഡോട്ട്. അപ്പം ഇത് സ്റ്റേറ്റ് ഇക്വേഷനും ഇത് ഔട്ട്പുട്ട് ഇക്വേഷനും ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് ഫോമാണ്? എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു എന്ന് പറയുന്ന ഫോമിലാണ്. വൈ എന്ന് പറയുന്നത് സി എക്സ് ഡി യു ഇല്ല. ഓക്കെ, 0 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നത്. അപ്പോൾ കൺവേർട്ട് ദ സ്റ്റേറ്റ് മോഡൽ ടു കൺട്രോളബിൾ ഫേസ് വേരിയബിൾ ഫോം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. അതിനുവേണ്ടിയാണ് അവർ തന്നിരിക്കുന്നത്. അപ്പം കൺവേർട്ട് ദ സ്റ്റേറ്റ് മോഡലിനെ എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? കൺട്രോളബിൾ ഫേസ് വേരിയബിൾ ഫോം. അതായത് ഫേസ് വേരിയബിൾ ഫോം എന്ന് പറയുന്നത് കാനോനിക്കൽ ഫോം ആണ്. അപ്പോൾ കൺട്രോളബിൾ ഫേസ് വേരിയബിൾ ഫോം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? കൺട്രോളബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പം നമുക്ക് ആക്ച്വലി കൺട്രോളബിൾ ഫേസ് വേരിയബിൾ ഫോം ഞാൻ പറഞ്ഞു. ഫേസ് വേരിയബിൾ ഫോം എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കാനോനിക്കൽ ഫോം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കാനോനിക്കൽ ഫോം. അപ്പം കൺട്രോളബിൾ ഫേസ് വേരിയബിൾ, അപ്പം നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനു മുമ്പ് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം വെദർ ദ സിസ്റ്റം ഈസ് കൺട്രോളബിൾ ഓർ നോട്ട്. അപ്പൊ അങ്ങനെ ഒരു കേസും കൂടി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. വെദർ ദ സിസ്റ്റം ഈസ് കൺട്രോളബിൾ ഓർ നോട്ട് എന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിസ്റ്റം കൺട്രോളബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആദ്യം നമ്മൾ കൺട്രോളബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം എ എന്ന് പറയുന്ന സിസ്റ്റം മെട്രിക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സിസ്റ്റം മെട്രിക്സ് എ. ഓക്കെ, സിസ്റ്റം മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ സിസ്റ്റം മെട്രിക്സിന്റെ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഐഗൺ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ? അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന ആദ്യം. അപ്പോൾ ഇതിനകത്ത് ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ആണോ റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് ആണോ വരുന്നത് എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ആണോ റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് ആണോ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച പോലെ തന്നെ ലാംഡ ഐ മൈനസ് എ എന്ന് പറയുന്നതിൽ നമ്മൾ ലാംഡ ഐ മൈനസ് എയുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലാംഡ ക്യൂ പ്ലസ് സിക്സ് ലാംഡ സ്ക്വയർ പ്ലസ് 9 ലാംഡ ഈക്വൽ ടു 0. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ലാംഡ -1, ലാംഡ 2 -2, ലാംഡ 3 4 എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പം -4 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പം -1 -1. അപ്പോൾ ഇത് -1 -1 എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് ആണ്. അപ്പം റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ നമ്മൾ ജോർദാൻ കാനോനിക്കൽ ഫോമിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ജോർദാൻ കാനോനിക്കൽ ഫോം. അപ്പോൾ ഈ ജോർദാൻ കാനോനിക്കൽ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം
ജോർദാൻ കാനോനിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് അപ്പം നമുക്കറിയാം കൺട്രോളബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ബി ബാർ ചെക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ജോർദാൻ ബ്ലോക്ക് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ ഇതിന്റെ കേസിൽ നമുക്ക് ഏത് ചെക്ക് ചെയ്യണം, ജോർദാൻ ബ്ലോക്ക് കണ്ടുപിടിക്കണം. അപ്പം ജോർദാൻ ബ്ലോക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിനകത്തുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് ജോർദാൻ മെട്രിക്സിലെ ജോർദാൻ ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് 0 വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. നമുക്ക് എന്തിനാണ് നമ്മൾ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം, മോഡൽ മെട്രിക്സ് ഫോം ചെയ്യണം. അതായത് മോഡൽ മെട്രിക്സ് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ഐഗൺ വാല്യൂയിൽ നിന്നാണ് നമുക്ക് മോഡൽ മെട്രിക്സ് കിട്ടുക. അപ്പം മോഡൽ മെട്രിക്സ് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഐഗൺ വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ λ1 എന്ന് പറയുന്നത് -1 ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡൽ വെക്ടർ കണ്ടുപിടിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് λ1ഉം λ2 എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് ആണ്. അപ്പം നമുക്ക് നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഐഗൺ വെക്ടർ നമ്മൾ കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ നമ്മൾ ചെയ്തത് ആദ്യം നമ്മൾ λ1 - IA എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നു. നമുക്ക് λi - A എന്നാണ്. ഓക്കെ, ഇവിടെ എഴുതിയിരിക്കുന്നത് തെറ്റിപ്പോയതാണ്. λ1 i - A. ഓക്കെ, λ1 i - A എന്ന് ആദ്യത്തെ വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ λ1 i - A എന്നുള്ളതിന് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് λ1 0 - 1 A എന്ന് പറയുന്നത് നമുക്കറിയാം, A is actually this one. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിന് പകരം λ1 എന്ന് കൊടുത്താൽ മതി. λ1 + 3 - 2 λ1 + 3. ഓക്കെ, അപ്പം ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് റോ നമ്മൾ നോക്കുന്നു. ഫസ്റ്റ് റോ നോക്കിയിട്ട് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് റോയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് മോഡൽ മെട്രിക്സ് കിട്ടുക. അപ്പം C11, C11, C12, C13 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കും. ഓർക്കുന്നുണ്ടോ, C1 എന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എന്താണ്, ഇത് ഒഴിവാക്കിയിട്ട് ഇത് 1 എന്ന് പറയുമ്പോൾ എന്താണ് 1² ആണ്. അതിപ്പം നെഗറ്റീവ് അല്ല, പോസിറ്റീവ് തന്നെയാണ്. പോസിറ്റീവ് λ1 ക്യൂബ് എന്നായിരിക്കും കിട്ടുക. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാണ് വാല്യൂ കിട്ടിയത്. C12 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് C12ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ് 2 ഇൻറ്റു പിന്നെ C12 എന്ന് പറയുന്നത് എന്താണ് ഓഡ് നമ്പർ ആയിരിക്കും. 2 + 1 എന്ന് പറഞ്ഞ ഓഡ് നമ്പർ, അതുകൊണ്ട് -1 ഇൻറ്റു 2 ഇൻറ്റു λ1 + 3. അപ്പോൾ നമുക്ക് 2 λ1 - 6 കിട്ടി. C13ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് C13 എന്ന് പറയുമ്പോൾ 1 + 3 + 1 + 1 ആണ്. അപ്പം പക്ഷേ എന്താണ് 2 ഇൻറ്റു -2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പം നമുക്ക് കിട്ടിയ മോഡൽ മെട്രിക്സ് ഇതിന് കറസ്പോണ്ടിങ് ആയി ഇത് ആക്ച്വലി കോ ഫാക്ടേഴ്സ് ആണ്. അപ്പം ഇതിന്റെ കോ ഫാക്ടേഴ്സ്, ഈ ഫസ്റ്റ് റോയുടെ കോ ഫാക്ടർ ആണ് നമുക്ക് ഫസ്റ്റ് കോളം ഓഫ് ദ മോഡൽ മെട്രിക്സ് ആയിട്ട് നമ്മൾ എഴുതുക എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൂ. അപ്പം C11 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് λ1². അപ്പം ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ λ1 -1 ആണ്, λ2 -1 ആണ്. ഇപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ ഈസിയാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്താലാണ് നമുക്ക് λ2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടുക, മോഡൽ മെട്രിക്സ് കിട്ടുക. അപ്പം λ1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡൽ മെട്രിക്സും λ2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡൽ മെട്രിക്സും റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറൻഷിയേഷന്റെ ഈസി ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതിന്റെ വാല്യൂസ് λ1ന്റെ -1 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചത്, ഈ വാല്യൂസ് കണ്ടുപിടിച്ചത്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് എടുക്കാം, λയ്ക്ക് -1 കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മോഡൽ മെട്രിക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1². അപ്പം -1² എന്ന് പറഞ്ഞാൽ 1 പ്ലസ് -6 വരും +9. -6 + 9 എന്ന് പറയുന്നത് +3 ആണ്. +3 + 1 എന്ന് പറയുന്നത് 4 നമുക്ക് കിട്ടും. ഇവിടെ -2 - 1 എന്ന് പറയുന്നത് 2 ആയി. 2 - 6 എന്ന് പറയുന്നത് -4 കിട്ടി. ഓക്കെ, -4 പിന്നെയും -4 തന്നെയാണ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന C11 ഫസ്റ്റ് മോഡൽ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 4 - 4 എന്നാണ്. ഓക്കെ, അത് കോളമാണ്. അപ്പം ഇത് നമ്മൾ മോഡൽ മെട്രിക്സിന് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ആയിരിക്കും. അപ്പൊ ഈ ഫസ്റ്റ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടർ ആയിരിക്കും മോഡൽ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത്. അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു M2 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, d/d1. അതായത് λ2 എന്ന് പറയുന്നത് -1 ആണ്. അപ്പം M2 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പം d/d λ1 of C11, d/d λ1 of C12, d/d λ2
ഓഫ് ലാംഡ 3 ലാംഡ 1 ഓഫ് C13. അപ്പം C11ന്റെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. C11 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? 2 ലാംഡ 1 പ്ലസ് 6 എന്നായിരിക്കും വരിക. അപ്പോൾ 2 ലാംഡ 1 പ്ലസ് 6 ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -2 തന്നെയായിരിക്കും വരിക. -2 ഇത് അടുത്തെന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആണ് വരിക. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഏതിന്റെ വാല്യൂസ്? ലാംഡയുടെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലാംഡയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 × ലാംഡ 1 എന്ന് പറയുന്നത് -2 പ്ലസ് 6 അതുപോലെ തന്നെ -2. ഇപ്പൊ ഇവിടെ 4 2 0 കിട്ടി. 4 -2 0 കിട്ടി. ഇനിയിപ്പം ലാംഡ 3 I - A എന്ന് പറയുന്നത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ലാംഡ 3 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ലാംഡ 3 എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് കിട്ടിയിരിക്കുന്നത് വാട്ട് ഈസ് ആക്ച്വലി ദ ലാംഡ 3 വാല്യൂ? ഓക്കെ, ലാംഡ 3 എന്ന് പറയുന്നത് -4 ആണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ലാംഡ 3 I - A എന്ന് പറയുന്നത് -4 0 0 4 - A എന്ന് പറയുന്നത് സിസ്റ്റം മെട്രിക്സ് ആണ്. നമുക്ക് കിട്ടുന്നത് -4 0 -1 2 -1 0 0 -2 -1. അപ്പം ഇവിടെയും നമ്മൾ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടർ ആയിരിക്കും മോഡൽ മെട്രിക്സ് 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് -4ന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, 1. C12ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. C13 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടർ എന്ന് പറയുന്നത് -4 ആയിരിക്കും. ഈ കോഫാക്ടേഴ്സ് കോളം ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്തായി? മോഡൽ മെട്രിക്സ് ആയി. 1 2 -4 എന്ന് വരുന്നു. അപ്പൊ നമുക്ക് ഈ 3 മോഡൽ മെട്രിക്സ് ഈ ലാംഡ 1നും ലാംഡ 2നും ലാംഡ 3ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടേഴ്സ് ആയിരിക്കും നമ്മൾ എന്തായിട്ട് എഴുതുക? മോഡൽ മെട്രിക്സിന്റെ കോളംസ് ആയിട്ട് എഴുതുക. അപ്പം M1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 4 -4 4 -4 4 -2 0 1 2 -4 ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം മോഡൽ മെട്രിക്സ് കിട്ടി. ആക്ച്വലി നമുക്ക് ഇനി എന്താണ് വേണ്ടത്? ജോർദാൻ മെട്രിക്സ് കണ്ടുപിടിക്കണം, ട്രാൻസ്ഫോം ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യണം വെദർ ദ സിസ്റ്റം ഈസ് കൺട്രോളബിൾ ഓർ നോട്ട്. അപ്പം നമുക്ക് അതും കൂടെ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, കൺട്രോളബിൾ ആണോ ഒബ്സർവബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനും കൂടെ പറയാം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ മോഡൽ മെട്രിക്സ് കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? M ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ജോർദാൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? M ഇൻവേഴ്സ് AM എന്നാണ് മോഡൽ മെട്രിക്സ് ജോർദാൻ മെട്രിക്സ് നമുക്ക് പറയാൻ പറ്റും. അപ്പം M ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. M നമുക്ക് കിട്ടിയിട്ടുണ്ട്. M ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? M ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? M ഇൻവേഴ്സ് കോഫാക്ടേഴ്സിന്റെ ട്രാൻസ്ഫേഴ്സ് ആണ്. എമ്മിന്റെ കോഫാക്ടറിന്റെ ട്രാൻസ്ഫർ ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് M, അതായത് അഡ്ജോയിന്റ് ഓഫ് M ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് M. അഡ്ജോയിന്റ് ഓഫ് M എന്ന് പറഞ്ഞാൽ കോഫാക്ടറിന്റെ ട്രാൻസ്ഫേഴ്സ് അഡ്ജോയിന്റ് ഓഫ് M, അപ്പം ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് M. ഡിറ്റർമിനന്റ് ഓഫ് M നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് കാണാൻ പറ്റും. എമ്മിന്റെ ഡിറ്റർമിനന്റ് നിങ്ങൾ കാണുവാണെങ്കിൽ 4 × 8 -4 × 29 ഇത് നമുക്ക് -72 എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇനി ഇതിന്റെ ട്രാൻസ്ഫേഴ്സ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പം ഇതിന്റെ ട്രാൻസ്ഫേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോഫാക്ടർ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ട്രാൻസ്ഫേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. കോഫാക്ടർ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കുക. ഓരോ ടേമും C11 C12 C13 C21 C22 C23 C31 32 33. അപ്പോൾ ഇതിനെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടർ കണ്ടുപിടിക്കണം. അത് നമുക്ക് കിട്ടിയത് 8 - 24 - 8 16 - 12 - 60. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് 10 - 12 8. ഇതിന്റെ ട്രാൻസ്ഫേഴ്സ് ആയിരിക്കും നമ്മളുടെ അഡ്ജോയിന്റ് ഓഫ് M എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 8 16 10 -24 -12 -12 -8 -16 8. അപ്പം ഇതിനെ M ഇൻവേഴ്സ് എന്ന് പറയുന്നത് -1/72. ഓക്കെ, 1/72 എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് M ആണ്. ഡിറ്റർമിനന്റ് ഓഫ് M അഡ്ജോയിന്റ് ഓഫ് M ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് M ആണ്. അപ്പം അഡ്ജോയിന്റ് ഓഫ് M നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് 8 16 10 എന്നാണ്. അപ്പം ഇതിന്റെ ബൈ 72. അപ്പം നമുക്ക് ഇതിനെ വേണമെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് -2 -4 -2.5 -6 30, അതായത് 18 ആയി ഇവിടെ. ഓക്കെ, ഇവിടെ 72 എന്നുള്ളത് 18 ആയി. അപ്പം 18 × 4 എന്ന് പറയുന്നത് 72 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ വാല്യൂസ് M ഇൻവേഴ്സ് കിട്ടി. അപ്പൊ നമുക്ക് ആക്ച്വലി കാണേണ്ടത് എന്താണ്?
ജോർദാൻ മെട്രിക്സ് കാണാം. ജോർദാൻ മെട്രിക്സ് ആണെന്ന് പറഞ്ഞാൽ എം ഇൻവേഴ്സ് എ എം ആണ്. എം ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഇതാണ്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് 1/18 -2 -4 -2.5 6 3 3 2 2 4 ആണ് -2. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എം ഇൻവേഴ്സ് എം കണ്ടുപിടിക്കണം. എ എന്ന് പറഞ്ഞാൽ നമുക്ക് സിസ്റ്റം മെട്രിക്സ് ആണ്, എം എന്ന് പറഞ്ഞാൽ മോഡൽ മെട്രിക്സ് ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു എന്താണ് കിട്ടുക? ഒരു ജോർദാൻ ബ്ലോക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഒരു ഏതെങ്കിലും ഒരു എൻഡിൽ മാത്രമേ ജോർദാൻ ബ്ലോക്ക് കാണുള്ളൂ കേട്ടോ. ഈ ചിലപ്പോൾ ഈ താഴത്തെ എൻഡിലായിരിക്കും, അല്ലെങ്കിൽ മുകളിലത്തെ എൻഡിലായിരിക്കും ജോർദാൻ ബ്ലോക്ക്. എവിടെയാലും ഒരു ജോർദാൻ ബ്ലോക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വി ക്യാൻ സീ ദാറ്റ് വി ഗോട്ട് ദ ജോർദാൻ ബ്ലോക്ക് ലൈക്ക് ദിസ്. λ1 റിപ്പീറ്റഡ് ആയിട്ട് വന്നു 0 1 0 എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ജോർദാൻ ബ്ലോക്ക് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അത് കാണുന്നുണ്ടാവും ജോർദാൻ ബ്ലോക്ക്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ജോർദാൻ ബ്ലോക്കിന് ഏതെങ്കിലും ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് 0 ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ജോർദാൻ ബ്ലോക്കിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോർദാൻ ബ്ലോക്കിലെ 0 ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സിസ്റ്റം ഒരു കേസിൽ ഒരു ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തു. എന്താണ് ഇത്? എന്തല്ല, ജോർദാൻ ബ്ലോക്കിലെ ഏതെങ്കിലും ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് 0 ആണോ എന്ന് നമ്മൾ കൺട്രോളബിലിറ്റി ചെക്ക് ചെയ്യണം. അത് ഇല്ല എന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്ക് കാണേണ്ടത് എം ഇൻവേഴ്സ് ബി ആണ്. ബി ബാർ ആണ്. ബി ബാറിന്റെ ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് 0 ആയിട്ടുണ്ടെങ്കിൽ ഇത് കൺട്രോളബിൾ അല്ല എന്ന് പറയാം. അപ്പം ബി ബാർ നമ്മൾ നോക്കുവാണെങ്കിൽ എം ഇൻവേഴ്സ് ബി ആണ്. എം ഇൻവേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച്. ബി എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടും. വാട്ട് ഈസ് ബി എന്ന്? ഓക്കെ, ബി നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് 0 2 0 ആണ്. ഓക്കെ, 0 2 0. അപ്പോൾ അതും കൂടി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 2 0 അത് നമുക്ക് കിട്ടുന്നത് 4/9 3/9 4/9. ഇനിയിപ്പോൾ സി ബാർ എന്ന് പറയുന്നത് സി എം ആണ്. സി ഇൻറ്റു എം. സി എന്ന് പറയുന്നത് 1 0 0. എം എന്ന് പറയുന്നത് നമുക്ക് മോഡൽ മെട്രിക്സ് ആണ് 4 1 1. ഈ കേസിൽ നമുക്ക് കാണാം -4/9 3/9 4/9 ആണ്. അപ്പോൾ ഇതിന്റെ കേസിൽ എന്തില്ല? ദർ ഈസ് നോ എന്താണ് റോസ് കംപ്ലീറ്റ്ലി 0. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഇത് കൺട്രോളബിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൺട്രോളബിൾ അല്ലെങ്കിലാണ് ഏതെങ്കിലും ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് 0 വരണം. അപ്പോൾ ഈ ബി ബാർ എന്ന് പറയുന്ന ബ്ലോക്കിന്റെ എന്താണ് കംപ്ലീറ്റ് ആയിട്ടൊന്നും 0 ആയിട്ട് വന്നിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രാൻസ്ഫോം സ്റ്റേറ്റ് മോഡൽ കൺട്രോളബിൾ ഫേസ് വേരിയബിൾ ഫോം. കൺട്രോളബിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഫേസ് വേരിയബിൾ ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. കൺട്രോളബിൾ ആണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനിയിപ്പം ഫേസ് വേരിയബിൾ ഫോമിലേക്ക്, ഫേസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ കാനോനിക്കൽ ഫോം ആണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂസ് ആകരുത്. കാനോനിക്കൽ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ അറിയാം. z dot is equal to jz plus b bar u, y equal to c bar into z plus b എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ് ജെ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയതാണ്. z എന്ന് പറയുന്നത് z1 z2 z3. അതുപോലെ തന്നെ ബി ബാർ എന്ന് പറയുന്നത് ഇതാണ്, യു ഇതാണ്. അതുപോലെ തന്നെ സി ബാർ എന്ന് പറയുന്നത് 4 4 1 ആണ്. അതുപോലെ തന്നെ z എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇതിൽ നമുക്ക് എന്ത് ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെയായിരിക്കും. അപ്പോൾ കൺട്രോളബിൾ ഫേസ് വേരിയബിൾ ഫോം എന്ന് പറയുന്നത് ഇതായിരിക്കും നമ്മളുടെ കൺട്രോളബിൾ ഫേസ് വേരിയബിൾ ഫോം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നമ്മളോട് പറഞ്ഞു വി ബാറിന്റെ റോസ് എല്ലാം നോട്ട് ഓൾ സീറോസ് ആണ്. അതുകൊണ്ട് തന്നെ കൺട്രോളബിൾ ആണ്. ദ എലമെന്റ്സ് ഓഫ് കോളം. അപ്പോൾ നമുക്ക് ഒബ്സർവബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒബ്സർവബിൾ ആണെങ്കിൽ എന്താണ്? സി എന്ന് പറയുന്ന കോളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് കോളം എന്തെങ്കിലും 0 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒബ്സർവബിൾ അല്ല. അത് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ എന്താണ് എലമെന്റ്സ് ഓഫ് കോളം? സി എന്ന് പറയുന്ന കോളം ഇതാണ്. സി ബാറിന്റെ കോളം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 4 4 1 എന്നാണ്. അതിനകത്തും എന്തില്ല? കംപ്ലീറ്റ് ആയിട്ടൊന്നും 0 വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഒബ്സർവബിൾ ആണ്.